ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആലോചിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അത് ഒന്നും നടപ്പിലാവുന്നില്ല. അപ്പോൾ വീടിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് വീട്ടിലെല്ലാം മാൾഭാഗം മുഴുവനും അലങ്കോലമായിട്ട് കിടക്കുക. കണ്ടില്ലേ, മരമൊക്കെ വളർന്ന് വീടിൻ്റെ മുകളിലോട്ട് കിടക്കുമായിരുന്നു. കുറേ കരിയില വീണ് പായൽ പിടിച്ച് അലമ്പായിട്ട് കിടക്കുമായിരുന്നു. ഞങ്ങളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ എല്ലാം കണ്ടോ പായൽ വീണിട്ട് വെളിച്ചേക്ക് എത്ര വലിയ വീടൊന്നുമില്ല, ഒരു കൊച്ചൊരു വീടാണ്. കുറേ അലങ്കോലമായിട്ടാണ് താഴെയെല്ലാം വെട്ടി, എല്ലാം ഇവിടെ കാട് കയറി കിടന്നതെല്ലാം വെട്ടി നിരപ്പാക്കി. ഇവിടെ ഈ മരത്തിൽ നിന്ന കൊമ്പും എല്ലാം മുറിച്ച് കളഞ്ഞ് കണ്ട് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ മുകളിലെല്ലാം കരിയില വീണ് കിടക്കുക. അതുകൊണ്ട് വെളിച്ചെടി തേച്ചിട്ടില്ലാത്തതുകൊണ്ട് കരിയില പിടിക്കുമായിരുന്നു. കരിയിലും വെള്ളവും പായലും പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്ന പരിപാടിയില്ല. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. കാണാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ കുറേ കരിയിലയും പായലും അഴുക്കും എല്ലാം പിടിച്ച് കൊണ്ട് കയറി കിടക്കും. കുറച്ച് കട്ട ഇതിൻ്റെ മുകളിൽ ചെപ്പുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയാക്കി. അപ്പോൾ മൊത്തം സാധനം പറക്കി എല്ലാം എടുത്ത് സാധനമെല്ലാം പറക്കി താഴെയിട്ട് നാളെ ഇനിയിപ്പം ഒരുപാട് ഇരുട്ടി, രാത്രി ആയതുകൊണ്ട് നാളെ എല്ലാം റെഡിയാക്കാനുള്ള പരിപാടിക്കാണ്. നാളെ മഴയില്ലെങ്കിൽ ഇതെല്ലാം വെട്ടി ഒതുക്കി എല്ലാം മാറ്റി വെക്കണം. അങ്ങനെ നമുക്ക് തന്നിരുന്ന ദൗത്യം അത് പൂർണ്ണമായിരിക്കുകയാണ്. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി, ഇവിടുത്തെ പായലും എല്ലാം കളഞ്ഞു. അങ്ങനെ ഇവിടെ ടെറസിൻ്റെ മുകളിലെല്ലാം വൃത്തിയാക്കി. കുറേ കട്ടയൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. കട്ടയൊക്കെ ഒരു സൈഡിലോട്ട് വൃത്തി നടുക്കോട്ട് മാറ്റിയിട്ട് മഴ പെയ്താൽ വെള്ളം വീഴാത്തൊരു ഇത്രയും ദിവസം മഴയായതുകൊണ്ട് ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അന്നേരം അവിടെ വെച്ച് വീടിൻ്റെ മുകളിൽ കുറേ ചപ്പും കരിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു പ്ലാവ് വളർന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് എല്ലാം വെട്ടി താഴെയിട്ട്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു പുളി ഇപ്പോൾ ഉണ്ടായിരുന്നു. പുളിയും വെട്ടി താഴെ, പുളിയുടെ കൊമ്പ് മുറിച്ചെല്ലാം താഴെ കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ എല്ലാം ചെളിയായിരുന്നു. വെള്ളം കെട്ടിക്കിടന്നിട്ട് ചെളിയായിരുന്നു, പായലും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം ഇനി കാർ വാഷർ വെച്ച് കഴുകണം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസിൻ്റെ മുകൾ ഭാഗം എല്ലാം ക്ലീൻ ചെയ്ത വേസ്റ്റ് എല്ലാം താഴേക്കാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ താഴെയെല്ലാം ക്ലീനാക്കി അവിടെ മേളിൽ നിന്ന് വെട്ടിയിട്ട കൊമ്പൊക്കെ, മരത്തിൻ്റെ കൊമ്പെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെ എല്ലാം ക്ലീനാക്കി, കരിയിലെല്ലാം തൂത്തുവാരി. അതുകൊണ്ട് ഇതൊരു ചാലാണ്. ഇത് നമ്മുടെ ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലേക്കൂടെ ഉറവയുണ്ട്. ആ ഉറവ ഇതിലേക്കൂടെ പോകുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു തോട് പോലെ. അങ്ങനെ ഇവിടെ വീടിൻ്റെ പുറവശവും എല്ലാം വൃത്തിയാക്കി. ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമായതുകൊണ്ട്, ഈ താഴ്ന്ന പ്രദേശം ബേസ്മെൻറ്റിനെക്കാട്ടിലും താഴ്ന്ന് കിടക്കും. ഇതിനി അവിടെ ബേസ്മെൻറ്റിൻ്റെ ലെവലിന് മണ്ണിട്ട് പൊക്കണം. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കണ്ട സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയിലോട്ടുള്ള പൈപ്പൊക്കെ ഇവിടെ തെളിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇനിയും വൃത്തിയാക്കി മണ്ണിട്ട് പൊക്കിയെടുക്കണം. പിന്നുള്ളത് എല്ലാവരും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.